ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ഷെറീസ് വ്ളോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കുറുമയാണ് കേട്ടോ. നെയ്ച്ചോറും ഉണ്ട്. നബിദിന പരിപാടിൻ്റെ കുറച്ച് ഭാഗമുണ്ട് കേട്ടോ. നബിദിനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കുലാവി ഉണ്ടാക്കിയതാണ്. മലപ്പുറക്കാർ മാത്രം ഉണ്ടാക്കുന്ന ഒരു പായസമാണിത്. വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ദഫ് കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ തറവാട്ടിക്ക് വരും കേട്ടോ. എല്ലാവരും പായസം കുടിച്ച് മടങ്ങുകയാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്ത് ദഫിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി. ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കഴുകി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിച്ച് വെക്കുക. പിന്നെ വലിയ ഉള്ളി അരിഞ്ഞത്, 3 പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂണ്, ഒരു പിടി മല്ലിച്ചപ്പ്, കുറച്ച് 2 തണ്ട് കറിവേപ്പില, ഒരു തേങ്ങ ഫുള്ള് പിഴിഞ്ഞിട്ട് അതിൻ്റെ 1/4 പാലും 2/2 പാലും ആണ് ഇട്ടത്. ഒരു തേങ്ങ ഫുള്ള് ചിരകി വെക്കുക. ഒരു 8 അണ്ടിപ്പരിപ്പാണിത്. ഒരു 1/2 സ്പൂണ് കസ്കസ് വേണ്ടിയിരുന്നു. കസ്കസിൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ അണ്ടിപ്പരിപ്പ് 8 എടുത്തത്, അല്ലെങ്കിൽ 5 എടുത്താൽ മതി കേട്ടോ. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെക്കുക. ഇത്രയാണ് ഇതിന് വേണ്ടിയ സാധനങ്ങൾ. എന്നിട്ടൊരു കുക്കർ അടുപ്പത്ത് വെക്കുക. കുക്കറിലും പാത്രത്തിലും ഒക്കെ ഉണ്ടാക്കട്ടോ. ഞാൻ പെട്ടെന്ന് ആയിക്കോട്ടെ എഴുതിയിട്ടാണ് കുക്കറിൽ ആക്കണത്. കുക്കറിൽ വെളിച്ചെണ്ണ പാരുക. വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്. എന്നിട്ട് അതിലേക്ക് ഒരു വെല്ലുള്ളി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്കൊരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്താൽ റെഡ് കളർ ആവണീൻ്റെ മുന്നേ നമ്മൾ അതിലേക്ക് ഈ ചതച്ച് വെച്ച ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. പച്ചമുളക് 2 സ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റുക. ആ പച്ചമണം പോണ വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് 2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 സ്പൂൺ മല്ലിയാണ് കേട്ടോ. പച്ചമല്ലി വേണം. പച്ചമല്ലി വാങ്ങാൻ കിട്ടും കേട്ടോ. അത് ചോദിച്ച് വാങ്ങിയാൽ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. അത് ചോദിച്ച് വാങ്ങിയാൽ മതി. പിന്നെ നമ്മൾ അതിലേക്ക് അരച്ചിട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് നേരത്തെ എടുത്ത് വെച്ച 2/2 പാലില്ല, 1/4 പാല് പാരരുത്, 2/2 പാലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് 4 വിസിൽ അടുപ്പിക്കുക കേട്ടോ. 4 വിസിൽ അടുപ്പിക്കുക. എന്നിട്ട് പിന്നെ നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതേമാതിരി കാരം വെന്തിട്ടുണ്ടാവും നല്ലോണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് 3 ഉരുളക്കിഴങ്ങ അവിടെ വേവിച്ച് വെച്ചിട്ടില്ലേ, അതൊക്കെ നല്ലോണം വെന്തുടഞ്ഞു കേട്ടോ. അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് എന്നാലേ ഇത് തിക്നെസ് ഉണ്ടാവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കുറുമ ആവണ്ടേ. ഇതിന് വേറൊരു പേരുകൂടി ഉണ്ട്, ഇസ്റ്റ് കറി എന്നുള്ളത്. അങ്ങനെ പറയും ഈ ഒരു കറിക്ക്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം തിളപ്പിക്കുക. എന്നിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിക്കണമല്ലോ, 8 അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് അത് നല്ലോണം നൈസായി അരക്കണം കേട്ടോ. അത് നമ്മൾ എന്നിട്ട് അതിലേക്ക് പാർന്ന് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പാർന്ന് കൊടുത്തിട്ട് അത് നല്ലോണം തിളക്കണം. തിളച്ചിട്ട് പിന്നെയാണ് നമ്മൾ 1/4 പാല് പാരുക കേട്ടോ. 1/4 പാല് പാർന്ന് കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ തിളക്കാൻ നിൽക്കരുത് കേട്ടോ. കുറഞ്ഞൊരു തള വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചെറിയ തള വരുമ്പോൾ തന്നെ നമ്മൾ ഓഫാക്കണം. 3 സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ തക്കാളി ഒന്നും ഇടാത്തതിനെ കൊണ്ട് പുളി വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം നമ്മളത് അതിൽ മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് കമൻറ്റ് ഇടണേ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുവേണ്ടി കേട്ടോ. പിന്നെ നമ്മൾ എന്തുണ്ടാക്കുകയാണേലും ഫസ്റ്റ് ബിസ്മി ചെല്ലാൻ നിങ്ങളാരും മറക്കരുത് കേട്ടോ. ബിസ്മി ചൊല്ലി നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കിയാലും അതിനൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ. പിന്നെ നമുക്കൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് പാർന്ന് കൊടുക്കുക. നെയ്യ് പാർന്നിട്ട് അതിലേക്ക് 3 പട്ട, ഒരു 5 ഗ്രാമ്പ്, ഒരു 4-5 ഏലക്കായ്, ഇതൊക്കെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ, നെയ്യ്ക്ക്. എന്നിട്ട് അതൊന്നിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വല്യുള്ളി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് വല്യുള്ളി അരിഞ്ഞത് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അണ്ടിയും മുന്തിരി ഇട്ട് കൊടുക്കുക ഉള്ളത്. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലോണം ഇളക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് ഒരു ചെറിയൊരു എത്ര ആയാൽ മതി കേട്ടോ, ഈ ഒരു സൈസ് ആയാൽ മതി. അതിലേക്ക് നമ്മൾ 1 കിലോ അരിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. 1 കിലോ ബിരിയാണി അരിയാണ്. അതിട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ പാത്രത്തിന് ഒരു പാത്രം അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിന് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മൾ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഈ ലീഫ് ഇട്ടാൽ ഈ ചോറ് നല്ല സോഫ്റ്റ് ആവട്ടെ. ഈ ലീഫിൻ്റെ വേര് എനിക്കറിയില്ല, ഇവിടെ ഉണ്ട് ഈ ലീഫ്. അപ്പോൾ ഞാൻ അതും കൂടി അതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ലേശം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് പിന്നെ അടച്ച് വെക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ കഴിഞ്ഞാൽ അപ്പോൾ ഓഫാക്കുക.
എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കിയാൽ 10 മിനിറ്റ് വരെ നമ്മൾ തുറക്കരുത് കേട്ടോ. ഒരു വിസിൽ കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് തുറന്ന് കഴിഞ്ഞാൽ നല്ല നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകൊണ്ടിട്ടോ. ലൈക്കും ഷെയറൊക്കെ ചെയ്യുവേണ്ടി. താങ്ക് യു.